മക്കളെ, സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പഠിച്ചു വന്നോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇനി എടുക്കാൻ പോണ ടോപ്പിക്ക് ഡൈസാക്രൈഡ്സ് ആണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നല്ല എളുപ്പമുണ്ടാവും. നോട്ടും ബുക്കും ഒക്കെ എടുത്തു വരൂ, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഡൈസാക്രൈഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ? അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് ഓൺ ദ ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസിനകത്ത് നമ്മൾ കണ്ടതാണ് മോണോസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ് എന്നൊക്കെ കണ്ടല്ലേ. അപ്പൊ അതിനകത്ത് ഒളിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് 2 to 10 യൂണിറ്റ്സ് ഓഫ് മോണോസാക്രൈഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാ ഒലിഗോസാക്രൈഡ്സ്. അതിൽ 2 യൂണിറ്റ്സ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡൈസാക്രൈഡ്സ്. അപ്പൊ 2 മോണോസാക്രൈഡ്സ് ചേരുന്നതാണ് ഡൈസാക്രൈഡ്സ് അല്ലെ. അപ്പൊ ഇവന്മാർ രണ്ടും കൂടെ എങ്ങനെയാണ് മക്കളെ? ഒരു ലിങ്ക് വേണ്ടേ അല്ലെ? ഒരു ഓക്സിജൻ ആറ്റത്തിലൂടെയാണ് ലിങ്ക് വരുന്നത്. ആൻഡ് ദാറ്റ് ലിങ്കേജ് ഈസ് കോൾഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എന്ന് വെച്ചാൽ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് വാട്ടർ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, എന്നിട്ട് അവർ ഓക്സിജനിലൂടെ ലിങ്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, ദ ഡൈസാക്രൈഡ്സ് ആർ joined together അല്ലെ, joined through oxygen atom and that linkage is called glycosidic linkage. എന്നോട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു മോളിക്യൂൾ വാട്ടർ ലോസ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? നമുക്കൊരു ലിങ്കേജ്, ഒരു ഓക്സിജനിലൂടെ യൂണിറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള ഡൈസാക്രൈഡ്സ് സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ആണ്. അപ്പൊ അതിലെ ആദ്യത്തേതാണ് സുക്രോസ് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ സുക്രോസ് നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും അറിയാം പഞ്ചസാര സുക്രോസ് ആണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനു നമ്മള് ഗ്ലൂക്കോസ് പഠിച്ച സമയത്ത് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസിനകത്തും ഇതേ കാര്യം തന്നെ കണ്ടതാണ് അല്ലെ. ഒന്നുകിൽ നമ്മൾ എന്താണ് ആസിഡ് ഹൈഡ്രോളൈസ് ചെയ്യുക ഡൈസാക്രൈഡ്സിനെ, അല്ലെങ്കിൽ എൻസൈമാറ്റിക് ഹൈഡ്രോളൈസ് ചെയ്യുക. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് 2 സെപ്പറേറ്റ് യൂണിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവന്മാരെ എന്തുകൊണ്ടാ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് അല്ലെ. ഓക്കെ, അപ്പം സുക്രോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനിനി ഇതൊന്നും പറഞ്ഞ് നിങ്ങളോട് എന്താ പറയാ ഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എവ്രിബഡി നോസ് ദാറ്റ് സുക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നാൽ നമുക്ക് പറയാൻ പറ്റും ഡി ഗ്ലൂക്കോസും ഡി ഫ്രക്ടോസും അല്ലെ. ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ഫ്രക്ടോസ് ലേവോ റൊട്ടേറ്ററിയും ആണ്. പിന്നെ കുറച്ചും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രക്ടോസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. അതിന്റെ ലിങ്കേജ് ഏത് കാർബൺ ആറ്റത്തിലൂടെയാണ് മക്കളെ? C1 ഓഫ് ദ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസ്. കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അവിടെ ഉണ്ടാവുന്നുണ്ട്. There is a glycosidic linkage between C1 of alpha D glucose and C2 of beta D fructose. മറന്നു പോവാതെ പഠിക്കണേടാ മക്കളെ. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ അതായത് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്, ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ C1 കാർബൺ ആറ്റവും ബീറ്റ ഡി ഫ്രക്ടോസിന്റെ C2 കാർബൺ ആറ്റവും തമ്മിലാണ് ലിങ്കേജ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുമ്പത്തെ സ്ട്രക്ചർ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലൂക്കോസിന്റെ C1 എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പായ ആൽഡിഹൈഡ് ഇരുന്നതായിരുന്നു. ഫ്രക്ടോസിന്റെ C2 എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പായ കീറ്റോൺ ഇരുന്നതായിരുന്നു. ശരിയല്ലേ? അപ്പൊ എന്താണ്? C1 ഓഫ് ഗ്ലൂക്കോസും C2 ഓഫ് ഫ്രക്ടോസും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ 2 മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പും ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? ദിസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ അല്ലെ. ദ റെഡ്യൂസിങ് എൻഡ് ഓഫ് ദ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് എന്താണ്? സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഓർമ്മ വെക്കണം കേട്ടോ. സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഓക്കെ, ഇനി നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സിലൊക്കെ കേട്ടിട്ടുള്ളതാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒക്കെ എക്സാമ്പിൾ പഠിച്ചതല്ലേ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം കുറെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കേട്ട നമ്മൾ അതൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ കുറച്ചു മുമ്പും, അതായത് ഇതിന് മുന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക്. എന്താണ്? ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് ലേവോ റൊട്ടേറ്ററി ആണ് അല്ലെ. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ മക്കളെ ഇനി ഒരു സംശയമായി, സുക്രോസ് എന്ന് പറഞ്ഞ ആള് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. നമ്മുടെ സുക്രോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. പക്ഷെ ഈ സുക്രോസ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും, അതായത് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോഴത്തേക്കും, എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് വരാം, ആസിഡിലേറ്റഡ് വാട്ടർ ഒഴിച്ച് ഹൈഡ്രോളൈസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഒരുത്തൻ
എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, മറ്റവൻ ലേവോ റൊട്ടേറ്ററിയാ. അപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയി, ദൈവമേ ഇത് എങ്ങോട്ട് കറങ്ങും എന്ന് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയ മക്കളെ അതിന്റെ ആ റൊട്ടേഷനിലെ, അതായത് ലേവോ റൊട്ടേഷൻ ഓഫ് ഫ്രക്ടോസ് എന്ന് പറയുന്ന -92.4 ഡിഗ്രിയും ഡെക്സ്ട്രോ റൊട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന +52.5 ഡിഗ്രിയാ. അപ്പൊ നിങ്ങൾ വാല്യൂ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും എന്താണ് ഡെക്സ്ട്രോ റൊട്ടേഷൻ ഓഫ് ദ ഗ്ലൂക്കോസ് ഈസ് ലെസ് ദാൻ ദ ലേവോ റൊട്ടേഷൻ ഓഫ് ദ ഫ്രക്ടോസ് അല്ലെ. അപ്പൊ അത് എങ്ങോട്ട് കറങ്ങുന്നുണ്ടാവും? അതായത് നമ്മൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നോക്കുമ്പം ഹൈഡ്രോളിസിന് മുമ്പ് സുക്രോസ് എന്തായിരുന്നു? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരുന്നു. എന്നിട്ട് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നമ്മൾ വെള്ളം ഒഴിച്ച് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പം സഡൻലി അവന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ലേവോയിലേക്ക് മാറുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താ മക്കളെ? ഈ സുക്രോസ് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നുണ്ട്. അപ്പൊ ലേവോ റൊട്ടേഷൻ ഓഫ് ദ ഫ്രക്ടോസ് ഈസ് മോർ ദാൻ ദ ഡെക്സ്ട്രോ റൊട്ടേഷൻ ഓഫ് ദ ഗ്ലൂക്കോസ്. അതുകൊണ്ട് ഇതിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇതായിട്ട് മാറുന്നുണ്ട്, ലേവോ റൊട്ടേഷൻ ആയിട്ട് മാറുക ചെയ്യുന്ന സംഭവം. ക്ലിയർ ആയില്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ് ബ്രിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ സൈൻ ഓഫ് റൊട്ടേഷൻ ഫ്രം ദ ഡെക്സ്ട്രോ ടു ലേവോ ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് നെയിംഡ് ആസ് ഇൻവേർട്ട് ഷുഗർ അല്ലെ. അതായത് പെട്ടെന്ന് ഇൻവേർട്ടഡ് ആയി, കാരണം ഡെക്സ്ട്രോ റൊട്ടേറ്ററിൽ ഇരുന്ന ഒരു സാധനം വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ലേവോ റൊട്ടേറ്ററി ആയിട്ട് മാറുക ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കണം. ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇതിന് മുമ്പത്തെ ഇല്ലത്ത് പറഞ്ഞത്? C1 ഓഫ് ഗ്ലൂക്കോസും C2 ഓഫ് ഫ്രക്ടോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ C1 കാർബൺ ആറ്റവും ബീറ്റ ഡി ഫ്രക്ടോസിന്റെ C2 കാർബൺ ആറ്റവും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇതിന്റെ പിക്ചർ ഒന്ന് വരയ്ക്കാം. ആൽഫ ഡി ഗ്ലൂക്കോസ് ഇവിടേക്ക് ഒന്ന് വരച്ചു വെക്കാം. ആൽഫ ഡി ഗ്ലൂക്കോസ് ഓക്കെ, ഞാൻ വരയ്ക്കാം. നിങ്ങൾക്ക് എന്താണ് ഫ്യൂറാനോയിഡ് റിംഗ് ആണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഫ്യൂറാനും പൈറാനും ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഗ്ലൂക്കോ പൈറാനോസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഞാൻ വൃത്തിയായിട്ട് വരയ്ക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ വെച്ചപ്പോ വലുതായി. ഉണ്ടോ? മതി, ഇത്രയൊക്കെ മതിയാവും അല്ലെ. ഇനി മുകളിലോട്ട് വെച്ചിട്ടുള്ള ഫ്യൂറാനോയിഡ് റിംഗ് കൂടെ വരയ്ക്കാം. മുമ്പത്തെ പരീക്ഷണത്തിന് പോകുന്നില്ല, കാരണം വൃത്തിക്ക് വരയ്ക്കാന്ന് വെച്ച് ഞാൻ വെച്ചപ്പോഴേ അതങ്ങ് വലുതായിപ്പോയി. ഞാൻ പോരെ, ഞാൻ നമ്പർ ഒന്ന് കൊടുക്കട്ടെ. ഇവിടെ നമുക്ക് 1 2 3 4 5 6 കൊടുക്കാം അല്ലേ. അപ്പൊ ഫസ്റ്റ് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ OH താഴേക്കല്ലേ, റൈറ്റിലേക്കല്ലേ നിന്ന്, H മുകളിലേക്ക്. സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക്, H മുകളിലേക്ക്. ഓർമ്മയുണ്ടോ സ്ട്രക്ചർ? തേർഡ് കാർബൺ ആറ്റത്തിലെ H താഴേക്ക്, OH മുകളിലേക്ക്. ഫോർത്ത് കാർബൺ ആറ്റത്തിലെ OH താഴേക്ക്, H മുകളിലേക്ക്. ഫിഫ്ത്ത് കാർബൺ ആറ്റ H താഴേക്ക്, സിക്സ്ത് കാർബൺ CH2OH. ഇങ്ങനെ എല്ലായിരുന്നു നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ഓക്കെ, അതല്ലേ ആൽഫ ഡി ഗ്ലൂക്കോസ്. അല്ലെ, ഗ്ലൂക്കോ പൈറാനോസ് ആണ് ഞാൻ ഗ്ലൂക്കോസ് എഴുതിയിട്ടുള്ളൂ. ഇനി ബീറ്റ ഡി ഫ്രക്ടോസ് ആണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. ഞാൻ പടം വരയ്ക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് വേഗം പിക്ചർ മനസ്സിലാകും. സോ ബീറ്റ ഡി ഫ്രക്ടോസിനകത്ത് C1 C2 അല്ലേ വരേണ്ടത്. അപ്പൊ സെക്കൻഡ് കാർബൺ ഇവിടെ കൊടുക്കാം, 2 3 4 5 6 ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ബീറ്റ ആകുമ്പോഴത്തേക്കും എന്ത് വന്നിട്ടുണ്ട്? അപ്പൊ ആൽഫ ഡി എന്താ പറയാ ഫ്രക്ടോ ഫ്യൂറാനോസിന്റെ സ്ട്രക്ചർ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് OH റൈറ്റിലേക്ക് വന്നാൽ അത് എന്തായിരിക്കും? സെക്കൻഡ് കാർബൺ ആറ്റത്തിന് OH അടിയിലേക്ക്, അതായത് റൈറ്റിലേക്ക് വന്നാൽ ആൽഫയും OH ലെഫ്റ്റിലേക്ക് വന്നാൽ ഇത് ബീറ്റ. അപ്പൊ ഇവിടെ OH കൊടുക്കാം, ഇവിടെ CH2OH കൊടുക്കാം. എന്റെ പടം ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ. CH2OH തേർഡ് കാർബൺ ആറ്റത്തിന് H താഴേക്ക്, OH മേളിലേക്ക്. ദെൻ ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക്, H മുകളിലേക്ക്. സിക്സ്ത് ഇവിടെ CH2OH കൊടുത്തു. ഫിഫ്തിനകത്ത് ഒരു H. ഇതാണ് പിക്ചർ. നോർമലി നമ്മൾ പഠിച്ച പിക്ചർ ഇതാണ്. നിങ്ങൾ വരച്ചത് ഞാൻ നമ്പർ 2 ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, എന്റെ കൈ വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്പർ, ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ നമ്പർ 2 കൊടുത്തത്. നമ്മൾ മുമ്പൊക്കെ റൈറ്റ് ചെയ്യുന്ന എഴുതിയത്, കാരണം എനിക്ക് ഇവിടെ ലിങ്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എങ്ങനെയാ ഉണ്ടാവും? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഇവിടെ വരച്ചത് തന്നെ. ഓക്കെ, NCERTയുടെ പിക്ചറുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഞാൻ വരച്ചതുമായിട്ട് തോന്നുന്നുണ്ടാവും. ഒന്നും പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ അത് ശരിയാക്കി തരാം. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഇവിടെ നോക്കിയിടാം മക്കളെ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആരൊക്കെ തമ്മിലാണ് വന്നിരിക്കുന്നത്? ഇവന്മാര് തമ്മിലാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാകേണ്ടത്. സോ ഞാൻ ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ട് കോമ്പൗണ്ട് വരച്ചു തരാം, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാം പോകും തോന്നും അല്ലേ. വൃത്തി കൂടുതൽ നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ പടത്തിനൊരു എനിവേ മതിയുടെ പിള്ളേരെ.
ഞാൻ സർക്കിൾ ചെയ്ത 2 പോർഷൻ. അപ്പൊ ഒരു എങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ വരും. സത്യം പറഞ്ഞാ കേട്ടോ, നിക്കൊരു മിനിറ്റ്, ഞാനൊന്ന് സെറ്റ് ആക്കിക്കോട്ടെ പടവേ. ഇവിടെ നിക്കട്ടെ അല്ലേ, നമുക്ക് മറ്റവനെ കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് എന്താ പറയാ പിക്ചറിലേക്ക് പോവാം. ഇതിങ്ങനെ നിക്കട്ടെ. ഓക്കെ, അപ്പം ഇവിടെ CH2OH, ദെൻ ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH, ദെൻ CH2OH. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്താ എൻ്റെ പടം ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ. അതിനൊരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാം. ശരിക്കും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മുടെ പടം ഇങ്ങനെ തന്നെയാ വരേണ്ടത് അല്ലേ. ഇവിടെ ഇതല്ലേ ഗ്ലൈക്കോസിഡിക്, വേറെ കളർ ഇട്ട് വരയ്ക്കാവേ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് നമുക്ക് എന്താ വരയ്ക്കാം, ഇങ്ങനെ ശരിക്കും പടം നിൽക്കുള്ളൂ. ഉണ്ടോ? ദിസ് ഈസ് അബൌട്ട് ദ പിക്ചർ. നിങ്ങൾ പഠിച്ചത് വെച്ച് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് പിക്ചർ വരുള്ളൂ അല്ലെ. പക്ഷെ NCERTന്റെ പിക്ചറിനകത്ത് ഇങ്ങനെയാണോടാ പിള്ളേരെ? അല്ലല്ലോ. നിങ്ങൾ നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിനകത്തെ പിക്ചറിനകത്ത് ഞാൻ വരച്ച പോലെയല്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ അവരിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ പിക്ചർ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽഫ ഡി ഗ്ലൂക്കോസ് അങ്ങനെ തന്നെ വരയ്ക്കുക കേട്ടോ. ആൽഫ ഡി ഗ്ലൂക്കോസ് ഒരു വ്യത്യാസവും വേണ്ട, ആൽഫ ഡി ഗ്ലൂക്കോസ് അങ്ങനെ തന്നെ വരയ്ക്കുക. അതെ, ഇവിടെ നോക്കിയോ, ഞാൻ ആൽഫ ഡി ഗ്ലൂക്കോസ് വരച്ച് വെച്ചേക്കാം, മുമ്പത്തെ പോലെ തന്നെ വെച്ച്. ഇവിടെ ഞാൻ ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസ്. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, എഴുതി വെച്ചേക്കാം. ഇത് ഫസ്റ്റ്, സെക്കൻഡ് കാർബണാറ്റ് OH താഴേക്ക്, H മുകളിലേക്ക്, തേർഡ് കാർബണാറ്റ് H താഴേക്ക്, OH മുകളിലേക്ക്, ഫോർത്ത് കാർബണാറ്റത്തിന്റെ OH താഴേക്ക്, H മുകളിലേക്ക്, ഫിഫ്ത്ത് കാർബണാറ്റത്തിന്റെ H താഴേക്കും, സിക്സ്ത് ഇവിടെ CH2OH ആക്കിയിട്ടും. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ആൽഫ ഡി ഗ്ലൂക്കോസ്, അതിനൊരു വ്യത്യാസവും ഇല്ല. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്, അതിലൊന്നും പേടിക്കണ്ട. ഇനി ബീറ്റ ഡി ഫ്രക്ടോസ് വരയ്ക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, എല്ലാം റെഡി ആവും കേട്ടോ. ബീറ്റ ഡി ഫ്രക്ടോസ് ഞാൻ വരയ്ക്കാം. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കണം, കാരണം മക്കളെ ഇത് C1 അല്ലേ, കാരണം ഇവിടെ വെച്ചാലേ രക്ഷയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെക്കുന്നത്, അല്ലാതെ എനിക്ക് അപ്പുറത്തെ സൈഡിൽ വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം, ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം ഇതാ. അപ്പൊ ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബൺ ആറ്റം ഇതായിരിക്കണം, കാരണം C1 C2 ലിങ്കേജ് എന്ന് പറഞ്ഞു. ഇനി അപ്പുറത്ത് കൊണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി NCERTയുടെ പോലത്തെ പിക്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാം, എല്ലാം ഫ്ലിപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞു പിടികിട്ടും മക്കളെ, ഈ വര തിരിച്ചേടാ, ഈ കമ്പ് പോലെ വെച്ചിരിക്കുന്നതെല്ലാം ഇങ്ങനെ തിരിക്കടാ. അപ്പൊ ഒരേ സ്ട്രക്ചർ കിട്ടും നിങ്ങൾക്ക് കേട്ടോ. എല്ലാം ഫുള്ള് ഫ്ലിപ്പ് ചെയ്യുവാണെങ്കിൽ ഐഡന്റിക്കൽ സ്ട്രക്ചർ കിട്ടും. ഫുള്ള് ഫ്ലിപ്പ് ചെയ്തില്ലെങ്കിൽ ആനോമറും എപ്പിമറും ഒക്കെ ഉണ്ടാകും കേട്ടോ. ഫസ്റ്റ് മാത്രം, അതായത് ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ചെയ്താൽ ആനോമർ ഉണ്ടാകും, ഫ്രക്ടോസിന്റെ സെക്കൻഡ് ഫ്ലിപ്പ് ചെയ്താലും ആനോമർ ഉണ്ടാകും. ഫസ്റ്റും സെക്കൻഡും ഒഴിച്ച് ഇവന്മാരുടേത്, ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് ഒഴിച്ച് ബാക്കി ഏത് ഫ്ലിപ്പ് ചെയ്താലും എപ്പിമർ എന്ന് പറഞ്ഞ ഒരു ഐസോമർ ഉണ്ടാകും. ഫ്രക്ടോസിന്റെ സെക്കൻഡ് ഒഴിച്ച് ബാക്കി ഏത് ഫ്ലിപ്പ് ചെയ്താലും, ഫസ്റ്റ് ബെറ്റിൽ ഏതായാലും ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് എപ്പിമേഴ്സ് ആ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, ഫുള്ള് ഈ കമ്പുകൾ ഫുള്ള് തിരിക്കണേ. 1 2 3 4 5 ഞാൻ നമ്പർ ഇട്ടിട്ടില്ലേ, പൊന്തിച്ച് വെച്ചിരിക്കുന്ന ഈ വരകൾ പോലത്തെ ഈ സാധനങ്ങൾ ഫുള്ള് തിരിക്കുക. അപ്പൊ മൊത്ത ഗ്രൂപ്പുകളും മുകളിലത്തേത് അടിയിലും ആകും, അടിയിലത്തേത് മുകളിലും ആകും. അങ്ങനെ തിരിച്ചാല് മോളിക്യൂളിന് അതിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ അത് വേറെ ഐസോമർ ആകും. ഫുള്ള് തിരിക്കുകയാണെങ്കിൽ മോളിക്യൂള് ഐഡന്റിക്കൽ മോളിക്യൂൾ. അപ്പൊ NCERTയുടെ പോലെ പടം വരയ്ക്കണ്ടേ. സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക് വെക്കൂ. ഓക്കെ, വൈറ്റിൽ വരയ്ക്കാവേ. സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴെ കണ്ടോ, ഇതിന്റെ ഫുള്ള് ഫ്ലിപ്പ് ചെയ്തേ. അപ്പൊ CH2OH മേലേക്ക് വന്നു. തേർഡ് കാർബൺ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താടാ ആൽഫ ഐസോമറോ? അല്ല, എല്ലാം തിരിക്കുമ്പോ എന്തായിട്ട് മാറും മക്കളെ, ഐഡന്റിക്കൽ ആവുവേ. ഒരെണ്ണം തിരിക്കുമ്പോഴാണ് എപ്പിമറോ അല്ലെങ്കിൽ ആനോമറോ ആയിട്ട് മാറുന്നത്. എപ്പിമർ നിങ്ങളുടെ ബുക്കിലില്ല, ഞാൻ ആ വേർഡ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആനോമർ എന്താന്ന് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ തേർഡ് കാർബൺ ആറ്റം കണ്ടോ, അപ്പൊ H മേലേക്ക് വന്നു, OH താഴേക്ക് വന്നു. ഫോർത്ത് കാർബൺ ആറ്റത്തിനകത്ത് എന്താണ്, OH മുകളിലേക്ക് വന്നു, H താഴേക്ക് വന്നു. ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ എന്തോ H മേലേക്ക് വന്നു, CH2OH താഴേക്ക് വരിക ചെയ്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് എല്ലാം ഓപ്പോസിറ്റ് റിവേഴ്സ് ഡയറക്ഷനിൽ തിരിക്കുക. ഇനി നമുക്ക് NCERTയുടെ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, we will get the glycosidic linkage. സന്തോഷമായില്ലേ അല്ലേ? നമുക്ക് ഇതിനകത്തൂടെ glycosidic linkage വെക്കാൻ പറ്റുന്നുണ്ട്. So we can have the glycosidic linkage between എന്താണ്, കണ്ടോ
നമ്മുടെ പഴയ NCERT പിക്ചർ കിട്ടിയോ? ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ ചരിച്ച് വരച്ചത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. പിക്ചർ തെറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ചില്ല. ആ പിക്ചർ തെറ്റുമല്ല, പിക്ചർ കറക്റ്റ് പിക്ചർ തന്നെയാണ്. ഞാൻ എന്താ ചെയ്തതെന്നുണ്ടോ, നിങ്ങൾക്ക് ഞാൻ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 പടം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. സോ യു ജസ്റ്റ് ഐഡന്റിഫൈ ബോത്ത് ദ പിക്ചേഴ്സ് ആർ സെയിം കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കി എടുക്കണം, ഈ 2 എണ്ണവും സെയിം ആണെന്നുള്ളത്. ആദ്യത്തെ പിക്ചർ നമ്മൾ എന്ത് പഠിച്ചോ അതുപോലെ തന്നെ തന്നിട്ടുണ്ട് കണ്ടോ. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും ബീറ്റ ഡി ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബൺ ആറ്റവും വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഓർ വാട്ട് വി ഹാവ് ഡ്രോൺ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്, അതാണ് ഞാൻ ഫസ്റ്റ് പിക്ചറിൽ എന്താ ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് പിക്ചറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഞാൻ ബീറ്റ ഡി ഫ്രക്ടോസിനകത്തെ എല്ലാ ഗ്രൂപ്പിനെയും ഫ്ലിപ്പ് ചെയ്തു, ഫുള്ളിനെയും ഫ്ലിപ്പ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും? ഐഡന്റിറ്റി ഉണ്ടാവും, മോളിക്യൂളിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതേപോലെ സ്ട്രെയിറ്റ് ലൈന് വെക്കാൻ പറ്റും. ഏത് വരച്ചാലും സെയിം ആണ്. നിങ്ങൾ കംഫർട്ടബിൾ ഏതാന്ന് വെച്ചാൽ അത് പഠിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് സുക്രോസ് അല്ലെ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. സുക്രോസ് എന്താണ്? സുക്രോസ് ആസ് ഇറ്റ് ഈസ് മോളിക്യൂൾ എന്താ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. അതിലേക്ക് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? റൊട്ടേഷൻ മാറിയിട്ട് ലേവോ റൊട്ടേഷൻ ആകുന്നത്. കാരണം അതിന്റെ ലേവോ റൊട്ടേറ്ററിയുടെ വാല്യൂ ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ലേവോ റൊട്ടേഷൻ ഓഫ് ഫ്രക്ടോസ് is more than the dextro rotation of glucose, so it turned into levo rotatory. That's why it is called the inversion of cane sugar or invert sugar എന്നൊക്കെ നമ്മൾ വിളിക്കുക കേട്ടോ. ഇനി ലിങ്കേജ് ഓർത്ത് വെക്കണം, ഇതൊരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ റെഡ്യൂസിങ് എൻഡും ഫ്രക്ടോസിന്റെ റെഡ്യൂസിങ് എൻഡും എന്തായി പോയിട്ടുണ്ട്? ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇസ് ഇറ്റ് ക്ലിയർ? ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസിന്റെയും കൂടെ C1C2 ലിങ്കേജ് ആണ്. മറന്നുപോലെ മക്കളെ, C1C2 ലിങ്കേജ് ആണ്. സോ ദിസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത മോളിക്യൂളിലേക്ക് പോകാം. മാൾട്ടോസ് ആണ്. ഒന്നും പേടിക്കണ്ട. 2 എന്താ മാൾട്ട് ഷുഗറുകളില്ലേ അല്ലേ? മാൾട്ട് ഷുഗർ നിങ്ങളോട് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ധാന്യങ്ങൾക്കകത്തുള്ള ഷുഗറാണ് മാൾട്ട് ഷുഗർ എന്ന് പറയുന്നത്. അപ്പം മാൾട്ടോസിനകത്ത് 2 ഗ്ലൂക്കോസ് യൂണിറ്റ് ആ മക്കളെ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി പറഞ്ഞാല് ആൽഫ ഡി ഗ്ലൂക്കോസ് കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പം ഡൈസാക്കറൈഡ് ഒക്കെ എടുത്ത് ഹൈഡ്രോലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്തെ യൂണിറ്റുകൾ ഇതാണെന്നും ലിങ്കേജ് ഈ പെർട്ടിക്കുലർ കാർബണിലൂടെയാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ നോക്കിയേ, സോ മാൾട്ടോസ് കമ്പോസ്ഡ് ഓഫ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് ഇൻ വിച്ച് അവരുടെ ലിങ്കേജ് പഠിക്കണം. ഇൻ വിച്ച് C1 ഓഫ് 1 ഗ്ലൂക്കോസ് ആൻഡ് C4 ഓഫ് അനദർ ഗ്ലൂക്കോസ് കേട്ടോ. C1C4 ലിങ്കേജ് ആണ്. ഗ്ലൂക്കോസിന്റെ പഠിച്ചല്ല, സോറി സുക്രോസിന്റെ പഠിച്ചു വെച്ച എല്ലാത്തിനും അതങ്ങോട്ട് അപ്ലൈ ചെയ്യല്ലേടാ മക്കളെ, മറന്നു പോവല്ലേ. അപ്പം സുക്രോസിനാണ് C1 ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ഫ്രക്ടോസ്. മറ്റുള്ളവർക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ മാൾട്ടോസ് എന്താണ്? മാൾട്ട് ഷുഗറുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ധാന്യങ്ങൾക്കകത്തൊക്കെ ഉള്ള ഷുഗറുകളാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ മാൾട്ടോസ് എങ്ങനെയാ ലിങ്ക് ചെയ്തിരിക്കുന്നത്? 2 ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ്. ആൽഫ ഡി ഗ്ലൂക്കോസ് ഒന്നും പേടിക്കേണ്ട കേട്ടോ. ആൽഫ ഗ്ലൂക്കോസ് യൂണിറ്റുകളാണ്. ഒരെണ്ണത്തിന്റെ C1ഉം മറ്റവന്റെ C4ഉം കൂടിയാണ്. ഓക്കെ, എളുപ്പമുണ്ട് പടം. നിങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ അറിയുമെങ്കിൽ നല്ല എളുപ്പമായി നമുക്കൊന്ന് വരച്ചേക്കാം. ഗ്ലൂക്കോസിന്റെ ആൽഫ ഡി ഗ്ലൂക്കോസ് അല്ലേ? ഓക്കെ, ഞാൻ വരയ്ക്കാം കേട്ടോ. ഇതേമാതിരി തന്നെ വരച്ചാൽ മതിയല്ലോ, പേടിക്കേണ്ട. സെയിം. വരയുടെ വലിപ്പം ഇച്ചിരി കൂടിയെന്നേ ഉള്ളൂ കേട്ടോ. യു ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫ ഡി ഗ്ലൂക്കോസ് വരയ്ക്കാം. ഇവിടെ ഫസ്റ്റ് കാർബൺ ഇവിടെ അല്ലേ, OH താഴെ H മേളില്. സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴെ H മുകളില്. തേർഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴെ H മുകളില്. ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക് H മുകളിലേക്ക്. ഇനി ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ H താഴേക്ക്, സിക്സ്ത് കാർബൺ CH2OH ആയിട്ട് മുകളിലേക്ക്. ശരിയല്ലേ? ഇതും 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ആൽഫ ഡി ഗ്ലൂക്കോസ് അല്ലേ? ഇതുപോലെ തന്നെ സെയിം പിക്ചർ. OH ഫസ്റ്റ് കാർബൺ OH താഴെ H മുകളില്. അപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് വെക്കാവേ. കാർബൺ സെക്കൻഡ് കാർബൺ OH താഴെ H മുകളില്. തേർഡ് കാർബൺ H താഴെ OH മുകളില്. ഫോർത്ത് കാർബൺ OH താഴെ H മുകളില്. ഫിഫ്ത്തിന്റെ H താഴെ CH2OH മുകളില്. സിക്സ്ത് അല്ലേ? കാർബൺ നമ്പർ കൊടുക്കണ്ടേ, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് C1 C2 C3 C4
C5, C6. Again C1, C2, C3, C4, C5, C6. ശരിയല്ലേ? നമുക്ക് ഇവന്മാരെ ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കാം കേട്ടോ. എങ്ങോട്ടൊക്കെ വരും എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ മക്കളെ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത് ഇവർ തമ്മിലാണ്. C1 and C4 അല്ലേ? C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C4 ഓഫ് അനദർ ആൽഫ ഡി ഗ്ലൂക്കോസ് അല്ലേ? നോക്കിക്കേ. എന്നിട്ട് ഞാൻ കണ്ടോ, ഞാൻ 2 OH സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുത്തന്റെ ഫസ്റ്റിലെയും മറ്റവന്റെ ഫോർത്തിലെയും. ഞാൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരയ്ക്കുവാണെ റബ്ബ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ കേട്ടെ, ഇവിടെ നോക്കിയോ കണ്ടോ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരച്ചിട്ടുണ്ട്. ഓക്കെ, സൈഡിൽ കൂടെ ചരിഞ്ഞു വെച്ചെന്ന് വിചാരിച്ചൊന്നും പ്രശ്നമില്ല. ഇതിൽ പിന്നെ ചരിഞ്ഞു വരില്ല മറ്റോ, ഒന്നും പേടിക്കൊന്നും വേണ്ട. സോ ഇതാണ് നമ്മുടെ മാൾട്ടോസ് അല്ലെ? മാൾട്ടോസ് ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ് മക്കളെ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഹൗ ഡു യു സേ മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ? അപ്പം ആദ്യത്തെ ഗ്ലൂക്കോസിന്റെ എന്താണ്, ഫസ്റ്റ് കാർബൺ ബ്ലോക്ക് ആയി പോയി, കാരണം റെഡ്യൂസിങ് എൻഡ് ബ്ലോക്ക് ആയി പോയി. പക്ഷെ സെക്കൻഡ് ഗ്ലൂക്കോസിന്റെ എന്താണ്, ഫസ്റ്റ് കാർബൺ ബ്ലോക്ക് അല്ലല്ലോ, ഫ്രീ അല്ലേ അല്ലേ? അപ്പം എന്താ, മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ ബിക്കോസ് C1 ഓഫ് ദ ഗ്ലൂക്കോസ് എന്തായിരിക്കണം, അവിടെ ഫ്രീ ആണ് കണ്ടോ. അതായത് നമ്മൾ രണ്ടാമത് വരച്ച ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം ഫ്രീ ആണ്, അതുകൊണ്ട് ഇവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ റെഡ്യൂസിങ് ഇൻറ്റു ഫ്രീ ആണ്, ശരിയല്ലേ? അപ്പൊ മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ക്ലിയർ ആണോ? മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡൈസാക്കറൈഡും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് ലാക്ടോസ്. മക്കളെ, പ്രീവിയസ് പിക്ചർ ക്ലിയർ അല്ലേടാ? മനസ്സിലായില്ലേ? ഓക്കെ, പിക്ചർ വരച്ച് പഠിക്കണേ. ഒരു തവണയിലും ഒന്ന് വരച്ച് നോക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് തനിയെ വരയ്ക്കാൻ കിട്ടുള്ളൂ. നോക്കി പഠിക്കാതെ നിങ്ങളൊന്ന് വരയ്ക്കാൻ ശ്രമിക്കണേ കേട്ടോ. ഓക്കെ, ഇനി വന്നിരിക്കുന്നത് ലാക്ടോസ് ആണ്. മിൽക്ക് ഷുഗർ അല്ലേ ലാക്ടോസ് പറഞ്ഞ, ലാക്ട് അല്ലേ? ഓക്കെ, അപ്പം ലാക്ടോസും ഇതൊക്കെ തന്നെയാണ്, ഗ്ലൂക്കോസിന്റെ ആളുകൾ തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും കേട്ടോ. ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും. ഈ ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും C4 എപ്പിമർ ആണ്. C4 എപ്പിമർ എന്ന് വെച്ചാല് ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ പിക്ചർ വരയ്ക്കുക, അതേ പിക്ചർ തന്നെ ബീറ്റ ഡി ഗാലക്ടോസിനും വരയ്ക്കുക. എന്നിട്ട് ഒരു ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ഫോർത്ത് കാർബൺ ആറ്റം ഒന്ന് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? 2 പേരുടെയും പടം വരയ്ക്കാൻ, ബീറ്റ ഡി ഗാലക്ടോസിന്റെ പടം വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. ബീറ്റ ഡി ഗാലക്ടോസ് എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാല്, ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ പിക്ചർ വരച്ചിട്ട് അതിന്റെ ഫോർത്ത് കാർബൺ ആറ്റം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ബീറ്റ ഡി ഗാലക്ടോസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാന് ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ പടം വരച്ചിട്ട് ബീറ്റ ഡി ഗാലക്ടോസ് എങ്ങനെയാ വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ബീറ്റ ഡി ഗാലക്ടോസ്. ഓക്കെ, മിനിറ്റ് വളഞ്ഞൊക്കെ പോയല്ലോടെ എന്റെ പടങ്ങള്. ഇതവിടെ നോക്കിയോ, ഒന്ന് സെറ്റ് ആക്കി തരാം കേട്ടോ. അപ്പൊ ഞാൻ ബീറ്റ ഡി ഗ്ലൂക്കോസ് വരക്കട്ടെ. ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്നാണ് നമ്മൾ ബീറ്റ ഡി ഗാലക്ടോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ OH ലെഫ്റ്റിലോട്ടല്ലേ നിൽക്കുക അല്ലെ? അപ്പം CH2OH താഴേക്ക് വരും, OH. സെക്കൻഡ് കേസിൽ എന്താ വന്നത്, H താഴേക്ക് അല്ലെ, സോറി H താഴേക്ക് വന്നു. ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം, ഞാൻ ഇവിടെ 1 വരയ്ക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് കാർബൺ ആറ്റം OH താഴേക്ക്, H മുകളിലേക്ക്. തേർഡ് കാർബൺ H താഴേക്ക്, OH മുകളിലേക്ക്. ഫോർത്ത് കാർബൺ OH താഴേക്ക്, H മുകളിലേക്ക്. ഫിഫ്ത്ത് സിക്സ്തും കൂടെ സെയിം ആണ്, CH2OH ഉം H ഉം വന്നു അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഇത് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. അതായത് ഞാൻ എന്ത് ചെയ്യണോന്നാ നിങ്ങളോട് പറഞ്ഞത്, അതിന്റെ ഫോർത്ത് കാർബൺ ആറ്റം ഒന്ന് ഫ്ലിപ്പ് ചെയ്യണോന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ബോണ്ടിങ്ങിനും തിരിച്ച്, ഈ കമ്പ് ഒന്ന് തിരിച്ച് അടിയിൽ H-ഉം മേളിൽ OH ഉം വരും അല്ലെ? സോ അതാണ് നമ്മുടെ ബീറ്റ ഡി ഗാലക്ടോസ് കേട്ടോ. ഫോർത്ത് കാർബൺ അടിയിൽ H-ഉം മേളിൽ OH ഉം വരും. ഇതാണ് ബീറ്റ ഡി ഗാലക്ടോസ് കേട്ടോ. ബീറ്റ ഡി എന്ന് എഴുതിയില്ലല്ലോ അല്ലെ, ബീറ്റ ഡി ഗാലക്ടോസ്. ഓക്കെ,
ബീറ്റാ ഡി എപ്പിമർ ആണ് അവന്മാര്. അതായത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് ചേഞ്ച് വരുവാണെങ്കിൽ അത് ആനോമർ ആകും, കാരണം മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അവിടെയായിരുന്നു ഇരുന്നത്. ഇവിടത്തെ കേസിൽ എന്താണ്, ഫോർത്ത് കാർബൺ ആറ്റം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക ചെയ്യുന്നത്. സോ ബീറ്റാ ഡി ഗാലക്ടോസ് ആണ് വന്നിരിക്കുന്നത്. വെച്ചാൽ ഫോർത്ത് കാർബൺ ഒന്ന് മാത്രം ഫ്ലിപ്പ് ചെയ്യുക, എച്ച് താഴേക്കും വരും, ഒ എച്ച് മുകളിലേക്കും വരിക ചെയ്ത് ബീറ്റാ ഡി ഗാലക്ടോസും. ഇനി നമ്മുടെ നോർമൽ ബീറ്റാ ഡി ഗ്ലൂക്കോസ് ഒന്ന് വരച്ചേക്കാം. സോ ബീറ്റാ ഡി ഗ്ലൂക്കോസിന്റെ പിക്ചറും കൂടെ വരച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ശ്രദ്ധിച്ചോളൂ അല്ലെ, നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന പോലത്തെ പടം വരയ്ക്കുക. സോ എച്ച് താഴേക്ക്, ഒ എച്ച് മുകളിലേക്ക്. ശരിയല്ലേ? നിങ്ങൾ ബീറ്റാ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് ഒ എച്ച് റൈറ്റിലോട്ട് ഇരുന്നാൽ അത് എന്തായിരിക്കും, ആൽഫയാണ്. അപ്പൊ ലെഫ്റ്റിലോട്ട് വരുന്നതാണ് ബീറ്റ. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പൊക്കത്തിലേക്ക് വരയ്ക്കണം, എച്ച് താഴേക്കും വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ ആണ് അല്ലെ. സെക്കൻഡ് കാർബൺ ഒ എച്ച് താഴേക്ക്, എച്ച് മുകളിലേക്ക്. തേർഡ് കാർബണാറ്റ് എച്ച് താഴേക്ക്, ഒ എച്ച് മുകളിലേക്ക്. ഫോർത്ത് കാർബണാറ്റിന്റെ ഒ എച്ച് താഴേക്ക്, എച്ച് മുകളിലേക്ക്. ഫിഫ്ത്ത് കാർബണാറ്റ് എച്ച് താഴേക്ക്, അതിലൊരു സിക്സ്ത് കാർബൺ CH2OH. ഓക്കെ, കാർബൺ നമ്പർ മാർക്ക് ചെയ്യണമല്ലോ അല്ലെ. സോ മാർക്ക് ചെയ്ത് തരാം. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. കണ്ടോ? നിങ്ങൾ ഓർത്ത് വെക്കണം കണ്ടോ, ഫോർത്ത് കാർബൺ ആറ്റത്തിലെ ചേഞ്ച് വരുമ്പോഴാണ് ഗാലക്ടോസ് ആകുന്നത്. ഇവിടെ 1, 2, 3, 4, 5, 6 ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ, യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് ബീറ്റാ ഡി ഗ്ലൂക്കോസ് കണ്ടോ. സോ ക്യാൻ ഡ്രോ ദ സ്ട്രക്ചർ. ദിസ് ഇസ് ബീറ്റാ ഡി ഗ്ലൂക്കോസ് ഉണ്ടോ. അപ്പം ബീറ്റാ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഗാലക്ടോസും. അപ്പൊ പടം വരയ്ക്കുമ്പോൾ ഒന്നും നോക്കണം, ഗാലക്ടോസ് ഫസ്റ്റിലാണ്. ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും കൂടെ ലിങ്കേജ് C1 C4 ആണ് കേട്ടോ. ഗ്ലൂക്കോസിന്റെ C1 ഗാലക്ടോസ് C1 ഓഫ് ഗാലക്ടോസും C4 ഓഫ് ഗ്ലൂക്കോസ് കേട്ടോ. ഇതാണ് C1 ഓഫ് എന്താണ് ഗാലക്ടോസും C4 ഓഫ് ഗ്ലൂക്കോസ്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. C1 ഓഫ് ഗാലക്ടോസ് ആൻഡ് C4 ഓഫ് ഗ്ലൂക്കോസ് കേട്ടോ. പിക്ചർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വരയ്ക്കാം. ഉമ്മാര് തമ്മിലല്ലേ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്, രണ്ട് OHകൾ തമ്മിലാണ് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വരിക. അപ്പൊ ഞാൻ അതൊന്നും റബ്ബ് ചെയ്തിട്ട് പിക്ചർ വരയ്ക്കാം കേട്ടോ. നോക്കിക്കോളൂ, നോക്കിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പിക്ചർ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇതല്ലേ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത് അല്ലെ. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കാവെങ്കിൽ ഈ എൻഡ് ഫ്രീ അല്ലേടാ മക്കളെ. ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം ഫ്രീ ആണ്, അതുകൊണ്ട് ഇവന്മാര് എന്തായിരിക്കും, ദിസ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ അല്ലെ. അപ്പം ലാക്ടോസ് എന്താണ്, ലാക്ടോസ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ. പിക്ചർ ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പം C1 ഓഫ് ഗാലക്ടോസും C4 ഓഫ് ഗ്ലൂക്കോസും കൂടി ചേരുന്നതാണ് എന്ത്, ലാക്ടോസ് എന്ന് പറഞ്ഞത് അല്ലെ. ക്ലിയർ അല്ലേ സംഭവം? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഗാലക്ടോസും ഗ്ലൂക്കോസും എന്താണ്, ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും എന്താണ്, ഒരു C4 എപ്പിമർ ആണ്. കാരണം ബീറ്റാ ഡി ഗ്ലൂക്കോസിന്റെ ഫോർത്ത് കാർബൺ ഒന്ന് ഫ്ലിപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്, ഒട്ടുകൊണ്ടൊന്ന് ഇന്റർചേഞ്ച് ചെയ്തുള്ള പൊസിഷൻ. അപ്പൊ നമുക്ക് കിട്ടിയാണ് ഗാലക്ടോസ് അല്ലെ. ഇവരുടെ പിക്ചർ ഇങ്ങനെയാ വന്നിരിക്കുന്നത്. നിങ്ങൾ ബുക്ക് തുറന്നു വെച്ച് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കണം. എന്റെ കൂടെ ഒന്ന് വരച്ചാൽ ബെറ്റർ ആണ് കേട്ടോ. നന്നായി വരച്ചൊന്ന് പഠിക്കണം, എന്നാലേ എക്സാമിനൊക്കെ ഒന്ന് വരയ്ക്കാൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല നിങ്ങൾക്കിത് സ്കൂൾ എക്സാമിന് വരയ്ക്കാൻ ചോദിക്കുമെന്ന്. ആർക്കെങ്കിലും വരയ്ക്കാൻ ചോദിക്കുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഇനി എഴുതാനാ ചോദിക്കുന്നെങ്കിൽ അത് എഴുതാനും നിങ്ങൾക്ക് പറ്റണം. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈസാക്കറൈഡ്സ്. അപ്പൊ നമ്മൾ 3 എണ്ണം പഠിച്ചു, സുക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ഇനി നമുക്കുള്ളത് പോളിസാക്കറൈഡ്സ് ആണ്. സ്ട്രക്ചർ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയാ കണ്ട് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. എവിടെയാ ലിങ്കേജ്, എങ്ങനെയാ, ആരൊക്കെയാ മോണോമർ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് വരുമോ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന്? ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.